ഓക്കെ, സോ ഒരു ക്യൂബിനെ കട്ട് ചെയ്തിട്ട് ഏത് സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്താലാണ് നമുക്കൊരു ഹെക്സഗൺ കിട്ടുക എന്നുള്ളത് അറിയേണ്ടത്. ഓക്കെ, ആക്ച്വലി നമുക്കത് ഇമാജിൻ ചെയ്തിട്ട് സെക്ഷൻ പ്ലെയിൻ കണ്ടുപിടിക്കാം. ഇതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ആ സെക്ഷൻ പ്ലെയിൻ, ഇൻക്ലൈൻ ടു വിച്ച് റഫറൻസ് പ്ലെയിൻ, വാട്ട് ആംഗിൾ, നമുക്കത് ഇമാജിൻ ചെയ്ത് നോക്കാം. ഫോർ സിമ്പിൾ തിങ്സ് നമുക്കതിന്റെ എക്സാക്ട് റിസൾട്ട് എന്താണെന്ന് പറയാം. ഒരു ക്യൂബിനെ കട്ട് ചെയ്തിട്ട് നമുക്കതിന് ഒരു ഹെക്സഗൺ ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ക്യൂബ് ഷുഡ് ബി പ്ലേസ്ഡ് ഈക്വലി ഇൻക്ലൈൻഡ് ടു ദ വി പി. ഓക്കെ, ആ ക്യൂബിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്നതിന്റെ ഫസ്റ്റ് ടോപ്പ് വ്യൂ ഉണ്ടല്ലോ, ദാറ്റ് ടോപ്പ് വ്യൂ ഷുഡ് ബി ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി. ഓക്കെ, ഇതാണ് നമ്മുടെ വി പി എങ്കിൽ എക്സ് വൈ ലൈൻ എങ്കിൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ഈക്വലി ഇൻക്ലൈൻഡ് ടു ദ വി പി, റൈറ്റ്. ദെൻ ഇനി നമ്മൾ ഇതിനെ ഇൻക്ലൈൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, ഗോയിങ് ടു ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, റൈറ്റ്. നമുക്കപ്പോൾ ഫ്രണ്ട് വ്യൂ ഇതുപോലെ കിട്ടും. റൈറ്റ്, ആ ഒരു വെർട്ടിക്കൽ എഡ്ജ് നമ്മളെ ഫ്രണ്ടിൽ ഉണ്ടാവും, ബാക്കി എഡ്ജസ് ഒക്കെ ഇതുപോലെ ഉണ്ടാവും. റൈറ്റ്, ദാറ്റ്സ് അവർ ഫ്രണ്ട് വ്യൂ. അങ്ങനെയാണെങ്കിൽ റൈറ്റ്, ദാറ്റ് സെക്ഷൻ പ്ലെയിൻ, ഓക്കെ, ദാറ്റ് സെക്ഷൻ പ്ലെയിൻ ഷുഡ് ബി just a second. Okay, that section plane should all the edges, okay, equally inclined ആണെന്ന് ഞാൻ സംബന്ധിച്ചെങ്കിൽ ഞാൻ എല്ലാ ഫേസിലൂടെയും എൻ്റെ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നത്. ഞാൻ വളരെ ആർബിട്രറി റാൻഡം സൈസിൽ പൊസിഷനിലാണ് എൻ്റെ സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ടുള്ളത്, ബട്ട് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഓൾ ദ ഫേസസ് ഓഫ് ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഹെക്സഗൺ. ഇറ്റ് ജസ്റ്റ് എ ഹെക്സഗൺ, നോട്ട് ദ റെഗുലർ ഹെക്സഗൺ. എല്ലാ എഡ്ജസും സെയിം ലെങ്ത് അല്ല. ഓക്കെ, 6 എഡ്ജസ് ഉണ്ടാവും. 1 2 3 4 5 and 6. 6 എഡ്ജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആയിട്ട് വെക്കുക, എന്നിട്ട് എല്ലാ ഫേസിനെയും കൂടെ കട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സെക്ഷൻ പ്ലെയിൻ. ഇറ്റ് വിൽ ബി എ ഹെക്സഗൺ ട്രൂ ഷേപ്പ്. റെഗുലർ ഹെക്സഗൺ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഈക്വൽ ലെങ്ത് ഉള്ള ഹെക്സഗൺ കിട്ടണമെങ്കിൽ വി ഹാവ് എ ക്രൈറ്റീരിയ ടു കട്ട് ദ ക്യൂബ്. നമുക്ക് നോക്കാം. ക്യാൻസൽ ഇറ്റ്. ഓക്കെ, go to front view. Right, the section plane, നമുക്ക് regular hexagon കിട്ടണമെങ്കിൽ that section plane should pass the mid of two edges. ഞാൻ midpoint പിടിക്കുകയാണ്. midpoint of this edge, okay, ഈ ഒരു ഫേസിന്റെ ഈ ഒരു മുകളിൽ കിടക്കുന്ന ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ മിഡ് പോയിന്റ്. ഓക്കെ, ദിസ് മിഡ് പോയിന്റ് കൊണ്ട് ഒരു പോയിന്റ് വേണം. ഓക്കെ, ഈ രണ്ട് പോയിന്റിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു സെക്ഷൻ പ്ലെയിൻ, ഇതായിരിക്കും ആ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്ന രണ്ട് മേളിലത്തെയും താഴിലത്തെയും ഓരോ എഡ്ജിന്റെയും മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഓക്കെ, അതായിരിക്കണം നമ്മുടെ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. ഇതിന്റെ മിഡ് പോയിന്റ് ഇതിന്റെ മിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അതിന്റെ എക്സാക്ട് വ്യൂ കിട്ടിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ റെഗുലർ ഹെക്സഗൺ. ദാറ്റ് മീൻസ് ഓൾ ദ എഡ്ജസ് വിൽ ബി ഓഫ് സെയിം ലെങ്ത്. ഓക്കെ, ആ സെക്ഷൻ പ്ലെയിൻ ഒന്നുകൂടെ കാണിക്കാം. ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആയിട്ട് വെച്ചതിന് ശേഷം ആ മേളിൽ കാണുന്ന ഒരു എഡ്ജിന്റെ മിഡ് പോയിന്റ്, താഴെ കാണുന്ന ആ ഒരു എഡ്ജിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോസിബിൾ ആണ്. എനിക്ക് ഇങ്ങനെയും സെക്ഷൻ ചെയ്യാം. എനിക്ക് സെക്ഷൻ ചെയ്യാം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഞാനിപ്പം റൈറ്റിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് കട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഇൻക്ലൈൻ ചെയ്തിട്ടും ഇവിടുത്തെ മിഡ് പോയിന്റ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാം. ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ നമുക്ക് ആദ്യം ക്യൂബിന്റെ ടോപ്പ് വ്യൂ ഒന്ന് വരയ്ക്കാം. ദിസ് ഈസ് വാട്ട് എക്സ് വൈ ലൈൻ. ഓക്കെ, cube shapes.
Okay, square evident. Dimension on the okay, 40 mm cube in the size of another. So okay, almost the 40 mm side of the cube. This is the top view. It should be equally inclined to VP. The first thing. Cube in a cut it should be equally inclined to VP. Then project front view comedy. All corners in the project right, and this one. Right, almost. The difference in movement, but still it's almost. Right. Then the front view. Front view 40 okay. So height 40 shapes time shapes. Okay. Okay, fine. Right. 40 height to okay, almost 40. 40 then pass in the vertical edge. Sorry. Okay, this is the cube in the front view and top view, orthographic front view and top view. This is a simple geometry. So, this is the top view, small letter A, B, C, and D. Okay, so now in the base this is our A dash, this is our B dash, and D dash, and this is C dash. Okay, where B Q also same B dash, D dash, and C dash. So okay, then access which is not necessary actually. Then simple position. That section plane should pass through the midpoint of both the edges. Okay, then left side midpoint. Okay, it's about okay, almost. Uh, 40 length, so it's around 20. Midpoint. This is our midpoint. Okay, your edge in a midpoint. Same then your side. So I would say midpoint. Okay, this is 4. Then Q line in midpoint, you wouldn't contribute but arbitrary length. Somewhat require something. Okay, we 4 exactly area. That's 4 midpoint. Okay, it's around 2. Okay.
രണ്ട് മിഡ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിൻ ആയിരിക്കും നമ്മുടെ ഹെക്സഗൺ, ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ ഹെക്സഗൺ കിട്ടുന്ന ഇതായിരിക്കും നമ്മുടെ സെക്ഷൻ പ്ലെയിൻ. വി ചെയിൻ തിൻ ലൈൻ വിത്ത് തിക്കൻസ് ആൻഡ് ആരോ ഹെഡ്. ഓക്കെ, ഞാൻ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഉണ്ടാവും. ഇതായിരിക്കും ആ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, റൈറ്റ്, ഇതാണ് ആ സെക്ഷൻ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിട്ടുണ്ട്? സെക്ഷണൽ ഫ്രണ്ട് വ്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്, സെക്ഷണൽ ടോപ്പ് വ്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെയാണ് സെക്ഷൻ ചെയ്ത് കളയുന്നതെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ എന്റെ സെക്ഷൻ പ്ലെയിൻ കൊടുക്കുന്നതെങ്കിൽ, ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പ് പോർഷൻ അല്ലെ, ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ സെക്ഷൻ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ടോപ്പ് വ്യൂ ഒക്കെ വരച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ സെക്ഷണൽ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. ഈ ഒരു ലൈൻ, ദെൻ ഈ ഒരു ലൈൻ ഇവിടെയുണ്ട്, പിന്നെ ഈ ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട്. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയി. ഓക്കെ, നമുക്ക് ഇതിലേക്ക് മറ്റൊരു കളർ ചെയ്യാം. ഇത്രയായിരിക്കും സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂ കിട്ടണം. സെക്ഷണൽ ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം പോയിന്റ്സിന്റെ പേര് കൊടുക്കണം. പോയിന്റ്സിന്റെ പേര് കൊടുക്കാൻ വേണ്ടി സെക്ഷൻ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ അവിടെ തൊട്ട് ഓക്കെ, സോറി, ഇടയ്ക്ക് വെച്ച് കട്ടായി തോന്നുന്നു അല്ലേ? കുറെ നേരമായോ കട്ടായിട്ട്? സോറി. ഹലോ, ഞാനിപ്പോ ഇത്ര എത്തിയിട്ടുണ്ട്. നിങ്ങൾ കട്ടാവുമ്പോ എവിടെ വരെയായിരുന്നു ഉള്ളത്? ഓർമ്മയുണ്ട്, ഞാൻ മാറ്റി വരക്കാം. ഇനിയിപ്പോ സെക്ഷൻ പോയിന്റ്സ് 1 2 3 4 5 6 വരെ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ കട്ടായിരുന്നു അല്ലെ? ഹലോ, ഓഡിയോ കട്ടാവുന്നുണ്ടോ? നെറ്റ്വർക്ക് സ്ക്രീൻ ഇല്ലല്ലോ സർ. ഓ, കേട്ടില്ല, ക്ലിയർ ആയില്ല, സോറി.
സ്ക്രീൻ കാണാനില്ലല്ലോ. ഓക്കെ, അത് ഓക്കെ. ഇപ്പൊ ഇങ്ങനെയാണ് ഫിഗർ ഉള്ളത്. നേരത്തെ നിങ്ങൾ മീറ്റിലുള്ള സമയത്ത് ഞാൻ എവിടെ വരെയോ പറഞ്ഞു നിർത്തിയത്? ഏറ്റവും ലാസ്റ്റ് ചെയ്തത് 1 2 3 4 5 6 6 പോയിന്റ്സ് കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഓക്കെ, സെക്ഷൻ പോയിന്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, റൈറ്റ്, സോറി, കണ്ടില്ല. താങ്ക്സ്. ഒന്നുകൂടി ഒരു മെസ്സേജ് അയച്ചിരുന്നു. താങ്ക് യു. ഓക്കെ, സെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കണം നമുക്ക്. സെക്ഷണൽ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഇവിടെ നിന്നാണ് സെക്ഷൻ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് 1 ഡാഷ്. ജസ്റ്റ് എ സെക്കൻഡ്. വൺ ഡാഷ് കട്ട് ചെയ്തിരിക്കുന്നത് എ ബിനെയാണ്, എ ഡാഷ് ബി ഡാഷിനെയാണ്. വീണ്ടും സെക്ഷൻ പ്ലെയിൻ മുന്നോട്ടേക്ക് പോയി ഇവിടെ സെക്കൻഡ് കോർണർ, സെക്കൻഡ് എഡ്ജ്, ദാറ്റ് മീൻസ് എഡ്ജ് എന്ന് പറയുന്നത് ബി ബി. ഓക്കെ, ബി ഡാഷിനെ കട്ട് ചെയ്ത പോയിന്റ് 2. ദെൻ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി ഹാവ് ആൻ എഡ്ജ് കോൾഡ് സി ബി ആൻഡ് സി ഡി. സി ബി ഈസ് വിസിബിൾ, സോ ഞാൻ പറയുകയാണ് സി ബിനെ കട്ട് ചെയ്ത പോയിന്റ് 3. ദെൻ സെക്ഷൻ പ്ലെയിൻ കഴിഞ്ഞു, വീണ്ടും തിരിച്ചു വരിക, ബാക്ക് ടു ദ സെയിം സെക്ഷൻ പ്ലെയിൻ. വീണ്ടും അടുത്ത എഡ്ജിൽ ടച്ച് ചെയ്തു. വി ഹാവ് എൻ ഇടൻ എഡ്ജ് സി ഡി. സി ഡി നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല, സോ സി ഡി വി ഹാവ് 4 ഡാഷ്. വീണ്ടും താഴേക്ക് വന്നു, ഇവിടെ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഉണ്ട്. വെർട്ടിക്കൽ എഡ്ജ് ഈസ് ആക്ച്വലി ഡി ഡി ഓർ ഡി ഡാഷ് ഡി ഡാഷ്. നമ്മൾ ബി ഡാഷ് മാത്രമേ കൊടുത്തുള്ളൂ. സോ ഫോർ ഡി ഡാഷ് വി ഹാവ് എ സെക്ഷൻ പോയിന്റ് 5 ഡാഷ്. It's also hidden, comma separated. And then again, coming back to the base, we have an hidden edge AD. Okay, for that we have 6 dash, the last point. നമ്മൾ പറഞ്ഞ പോലെ ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞു. സോ we will have definitely a 6 corners, 1 2 6. Okay, then ഇതിന്റെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ പോയിന്റ്സിനായിട്ട് ഡ്രോപ്പ്. 1 എന്ന് പറയുന്നത് ആക്ച്വലി എ ബിനെ കട്ട് ചെയ്ത പോയിന്റ് ആണ്. സോ 1 ഞാൻ ഡ്രോപ്പ് ചെയ്യണം അപ് ടു എ ബി. ഓക്കെ, ഇത് നമ്മളെ സീരീസിന്റെ ഒരുപാട് മിസ്റ്റേക്സ് കണ്ടതാണ്. മറ്റേതോ പോയിന്റ്സിലേക്കൊക്കെ കട്ട് ചെയ്തതായിട്ട് കണ്ടു. ഓക്കെ, സോ 1 പോയിന്റ് ഷുഡ് ബി extended or projected up to B. So this is the point 1, right? And the second point is on BB. Okay, 2 dash എന്ന് പറയുന്നത് on BB ആണ്. BB എന്ന് പറയുന്ന എഡ്ജ് നമുക്ക് ഇതാ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. സോ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ അതാ BB എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തന്നെയായിരിക്കും ചെന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, BB എന്ന് പറയുന്നത് എഡ്ജ് ആണ്, വെർട്ടിക്കൽ എഡ്ജ്. സോ ദിസ് ഇസ് ദ പോയിന്റ് നമ്പർ 2. ദെൻ പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൺ BC. BC ഇത് എവിടെയുണ്ട്? BC-ലാണ് പോയിന്റ് 3. ഞാൻ പോയിന്റ് 3ന്റെ പ്രൊജക്ടർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അപ് ടു BC. സോ ദിസ് ഇസ് ദ പോയിന്റ് 3. ആൻഡ് പോയിന്റ് 4 ഈസ് ഓൺ CD. ദ CD ഇവിടെയുണ്ട്, CD-ലേക്ക് പ്രൊജക്ട് ചെയ്തു. Then point 5 is on DD. DD എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ എഡ്ജ് ആണ്, നമുക്ക് അവിടെ ഒരു സിംഗിൾ കോർണർ ആയിട്ട് കാണാം. സോ അവിടെ തന്നെയാണ് ആ പോയിന്റ് വരുന്നത്. Then the last point, the point 6 is on AD. AD ഇവിടെ ഉണ്ട്, AD-യുടെ മുകളിൽ point 6. ഞാൻ ആ പോയിന്റ് ഇവിടെ ഒന്ന് പേര് എഴുതാൻ പറ്റുന്നത്. This is point 1, point 2, point 3, 4, 5 and 6. ഇതായിരിക്കും നമ്മുടെ പോയിന്റ്സ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് വരക്കേണ്ടത്. ബാക്കി ഇവിടെ റിമെയിൻ ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രീൻ കളറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും പോർഷനൊക്കെ കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതായത് ഇവിടെ ഒന്നും മെറ്റീരിയൽ ഇല്ല. സോ ബാക്കി വന്ന പോർഷൻസ് മാത്രം ഒന്ന് എടുത്തു നോക്കാം. ഇതൊക്കെയാണ് ബാക്കി വന്നിരിക്കുന്നത്. ദിസ് വൺ, ഇത്രയുമാണ് ബാക്കി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർഫസ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സർഫസ് ആണ് നമുക്ക് ഹാച്ച് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സർഫസ് ഇതാണ്. ഈ ഒരു സർഫസ് ആണ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂലും
ആ ഒരു റീജിയനിൽ വരുന്ന ഇത്രയും പോർഷൻ ആയിരിക്കും നമ്മൾ ഹാച്ച് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ നേരെ താഴെ വരുന്ന പോർഷൻ, നേരെ താഴെ വരുന്ന പോർഷൻ മാത്രമായിരിക്കും നമ്മൾ ഹാച്ച് ചെയ്ത് കാണിക്കേണ്ടത്. സോ നേരെ നമുക്ക് ഒന്ന് ഹാച്ച് ചെയ്യാം. ദിസ് വൺ, ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഒരു എഡ്ജ് കൂടെ ഉണ്ട്, മെൻഷൻ ഇവിടെ ഒരു പുതിയൊരു എഡ്ജ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തപ്പോൾ വന്ന പുതിയൊരു എഡ്ജ്. ഓക്കെ, ഈ പ്ലേസ് ആണ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നു. ഈ ഒരു പോർഷൻ ആദ്യം ഉള്ളതാണ്, ഈ ഒരു ഹാച്ച് ചെയ്തിരിക്കുന്ന മാത്രമാണ് പുതിയ സർഫസ്. ഇതൊക്കെ നമ്മൾ സോളിഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ജസ്റ്റ് അതിന്റെ റിയൽ കേസ് എന്താണെന്ന് നോക്കാം. ഞാനൊന്ന് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റീകളർ ഇറ്റ്. ഓക്കെ, ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂ ഒന്ന് എടുത്ത് നോക്കാണ്. സെക്ഷണൽ ടോപ്പ് വ്യൂ. ഓക്കെ, കാണുമ്പോഴായിരിക്കും. ഓക്കെ, കാണാലോ, റൈറ്റ്? ഈ ഒരു സർഫസ്, ഈ ഒരു ട്രയാങ്കുലർ പോലത്തെ സർഫസ് ഓൾറെഡി ഉള്ളതാണ്, റൈറ്റ്? പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ദ ന്യൂലി ക്രിയേറ്റഡ് സർഫസ്, ഞാൻ ഹാച്ച് ചെയ്ത് കാണിച്ചത്. ദെൻ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോയി, അവിടെ നിന്ന് പോയി. ഇതാണ് സാധനം. ഓക്കെ, ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരച്ചത്, റൈറ്റ്? ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്ഷണൽ ടോപ്പ് വ്യൂ, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞു. ആ ഹെക്സഗൺ വരയ്ക്കാൻ പറഞ്ഞു. അതുപോലെ അതിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്, ഓക്കെ, അതിന്റെ സൈഡ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ വരയ്ക്കണം. ദാറ്റ് മീൻസ് വി നീഡ് ടു ഡ്രോ പെർപെൻഡിക്കുലർസ് ഫ്രം ദ സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, അതിന് നമുക്ക് പെർപെൻഡിക്കുലർസ് വരയ്ക്കാം. ഓരോ പോയിന്റ്സ് ഒന്നും we have 6 points, 0.1 and 6 ഇവിടെ വരും. should be perpendicular ആണെന്ന് വിചാരിക്കുന്നു. perpendicular ആയിരുന്നില്ല. ഓക്കെ, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്, റൈറ്റ്? നമുക്ക് ഓരോന്ന് ഇനിയിപ്പോ 2 എന്നുള്ള പെർപെൻഡിക്കുലർസ് ഡ്രോപ്പ് ചെയ്യാം. Just a second. Okay, 2 എന്നുള്ള പെർപെൻഡിക്കുലർ, then 2 and 5 എന്നുള്ളതാണ്. ഇത് 3 and 4 എന്നുള്ള. ഓക്കെ, എല്ലാ പെർപെൻഡിക്കുലർസും ആയി. ഇനി നമുക്കറിയാം, വേണമെങ്കിൽ ഒരു റെഫറൻസ് ലൈനോട് എക്സ്ട്രാ കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് നമുക്ക് ഫിഗറുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പാരലൽ ടു ദാറ്റ് സെക്ഷൻ പ്ലെയിൻ നമ്മളൊരു ഡയമെൻഷൻ കൂടെ, ഒരു ഫിഗർ കൂടെ വരച്ചിട്ടുണ്ട്, ഒരു ലൈൻ കൂടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നൗ ഫൈൻഡിങ് ഫോർ ദ സെക്ഷൻ പോയിന്റ്സ്. സെക്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, സെയിം പ്രൊസീജിയർ തന്നെ. 0.1, ഓക്കെ, 0.1ന്റെ പ്രൊജക്ടർ ഇതാണ്. സോ XY ലൈൻ എന്ന 0.1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക ഇൻ ടോപ്പ് വ്യൂ. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട് 0.1ലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് XY to 0.1 ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒന്നുകിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു റെഫറൻസ് ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ 0.1. Okay, 0.1. Then 0.2. വീണ്ടും XY ലൈൻ എന്ന് അപ് ടു 0.2. 0.2 ഇവിടെ നേരെ താഴെ കാണുന്നതാണ്. നേരെ ആ പോയിന്റ് ഡിസ്റ്റൻസ് എടുത്തു, 2ന്റെ പ്രൊജക്ടറിൽ കൊണ്ടുവച്ചു, ദെൻ അവിടുന്ന് കട്ട് ചെയ്തു. Okay, which is 0.2. Then 0.3. അതില് ഒരു ചെറിയൊരു സൗകര്യത്തിന് വേണ്ടി ഒന്ന് ചെയ്യാം. ഇതിൽ നമുക്ക് 0.1 കണ്ടുപിടിച്ചിട്ടുണ്ട്, XYന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആക്ച്വലി സെയിം ഡിസ്റ്റൻസ് ആണ് XYന്ന് 3ലേക്കുള്ളത്.
അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസും x1 സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, അവിടെ തന്നെ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഡയമെൻഷൻ തന്നെ എടുത്തിട്ട് നമുക്ക് 3ലും കട്ട് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ അത് ഓർത്തില്ല. സെയിം ഡിസ്റ്റൻസ് നമുക്ക് എവിടെ നിന്ന് ചെയ്യാം, 3ലും കട്ട് ചെയ്യായിരുന്നു. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് 3. ദെൻ സെയിം പോസിബിലിറ്റി 4 and 6ലും നമുക്ക് പറയാൻ പറ്റും. അല്ലെ, 4 എന്ന് പറയുന്നത് XY ലൈനിൽ നിന്ന് from XY to the point 4 ഓൾമോസ്റ്റ് ഇവിടെയാണെന്ന് തോന്നുന്നു, എക്സാക്ട് കറക്റ്റ് ഇല്ല, മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ സെയിം ഡിസ്റ്റൻസ് 4 പ്രൊജക്ടേഴ്സ് ഇതായിരിക്കും നമ്മളെ 4. സെയിം നമുക്ക് 6ലെ ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ആ 6ഉം കൂടെ നമുക്ക് സെയിം ഡിസ്റ്റൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അതുമല്ല ഇവിടെ നേരെ ഒരു ലൈൻ പാരലൽ ടു ദ ഈ ഒരു ആർബിട്രറി പ്ലെയിനുമായിട്ട് നമുക്കൊരു പാരലൽ ലൈൻ വരച്ചാലും നമുക്ക് ആ പോയിന്റ് കിട്ടും. ഓക്കെ, ദിസ് ഇസ് പോയിന്റ് 4, ദിസ് വൺ ഈസ് പോയിന്റ് 6, ഒരു 0.5 കൂടെയുണ്ട്. 0.5 ആക്ച്വലി എന്റെ കോമ്പസ് ഈ ഒരു കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് മേ ബി ആയിരിക്കാം വരുന്നത്. ഓക്കെ, 5, നോട്ട് ഷുവർ. അതിനനുസരിച്ച് നമ്മൾ റെഗുലർ ഹെക്സഗൺ ഷേപ്പ് മാറാം. സോ നമുക്ക് ഓൾറെഡി നമ്മൾ പേര് കൊടുത്തേക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്, 1 2 3 4 5 6. സോ അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നേരെ 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6, 6 to 1. നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, അവിടെ വരച്ച് കാണിക്കാം. അത് പുതിയൊരു ട്രൂ ഷേപ്പ് ആണ്. സോ അതും കൂടെ നമ്മൾ ഒന്ന് ഹാച്ച് ചെയ്ത് കാണിക്കണം. ഒരുപാട് ഡെൻസ് ആയിട്ട് ഹാച്ച് ചെയ്യേണ്ട, സമയം ഒരുപാട് എടുക്കും. അതുപോലെ തന്നെ ഫിഗറിന്റെ നീറ്റ്നെസ്സും കുറയും. സോ കുറച്ചൊന്ന് സ്പേസ് എടുത്തിട്ട്, ആവശ്യത്തിന് സ്പേസ് എടുത്തില്ല, ആവശ്യത്തിലധികം സ്പേസ് എടുത്തിട്ട് 45 ഡിഗ്രി ഈക്വി സ്പേസ്ഡ് ആയിട്ട് ഒരു ജോമെട്രി. ഓക്കെ, ഇതായിരിക്കും നമ്മളെ ആൻസർ. ഒരു കാര്യം കൂടെ ചോദിച്ചു, ദ എഡ്ജ് ഓഫ് ദ ട്രൂ ഷേപ്പ്. ഈ കിട്ടുന്ന റെഗുലർ ഹെക്സഗന്റെ എഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? സിമ്പിൾ, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു എഡ്ജ് എടുക്കുക. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നമ്മൾ കോമ്പസ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എഡ്ജ് എടുക്കുക, മേ ബി 6 to ഇവിടെ അറൌണ്ട് 2.8 അല്ലെങ്കിൽ 28 സെന്റിമീറ്റർ ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. നോട്ട് ഷുവർ എക്സാക്ട് ആണോ എന്നുള്ളത്. അറൌണ്ട് ഒരു 28-27 മില്ലിമീറ്റർ ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് അവർ ആൻസർ. റൈറ്റ്, എപ്പോഴും നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, സോ റൈറ്റ്, എപ്പോഴും വരച്ചു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഈ കാര്യം കൂടെ ഒന്ന് എഴുതി വെക്കുക. ദാറ്റ് മീൻസ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ഇതാണ് നമ്മുടെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. അതുപോലെ ഇത് നമ്മുടെ സെക്ഷണൽ ടോപ്പ് വ്യൂ. ദെൻ ഇതായിരിക്കും നമ്മുടെ ട്രൂ ഷേപ്പ് ഓഫ് section. True shape of section. Okay, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കാൻ നോക്കാം. ഇതിലിപ്പോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട്സ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഹെക്സഗൺ. സോ ആ കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം.
എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ദ സെയിം സെന്റൻസ്. Okay, that means size of length of the side of hexagon is എനിക്ക് കിട്ടിയത് it's a millimeter വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഇൻക്ലിനേഷൻ ഓഫ് സെക്ഷൻ പ്ലെയിൻ. ദാറ്റ് മീൻസ് ഇൻക്ലിനേഷൻ സെക്ഷൻ പ്ലെയിൻ അതും ആക്ച്വലി തീറ്റ തന്നെയാണ്. ഓക്കെ, തീറ്റ തന്നെയാണ്, തീറ്റ കൊടുത്താലും കുഴപ്പമില്ല. അത് നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്യാം. ഇവിടെ നമുക്ക് കോമ്പസ് പ്രൊട്രാക്ടർ എടുത്തിട്ട് സെക്ഷൻ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് അറൌണ്ട് 55 ഡിഗ്രി കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് നേരെ സെക്ഷൻ പ്ലെയിനിലേക്ക് 55 ഡിഗ്രി. ഓക്കെ, അതുകൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഡിഗ്രി നൊട്ടേറ്റ് ചെയ്താൽ മതി. എനിക്ക് അവിടെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്. Okay. സെക്ഷനിൽ വീണ്ടും ഇതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു ഇതുപോലെ തന്നെ റെക്ടാങ്കുലർ പ്രിസം ഒക്കെ കട്ട് ചെയ്തിട്ട് ഹെക്സഗൺ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് ഒരു തവണ ചോദിച്ച കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ദെൻ 1-2 പേര് ലൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുള്ളത് നോക്കാം. സെക്ഷൻ കഴിഞ്ഞ് നേരെ ഡെവലപ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡെവലപ്മെന്റില് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് പ്രിസം ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ പിരമിഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു. അതിന്റെ കൂടെ തന്നെ സിലിണ്ടേഴ്സ് ആൻഡ് കോൺ ഇത് രണ്ടും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അതില് നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് ഓഫ് ദാറ്റ് ലാറ്ററൽ സർഫസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടും. അതിനെല്ലാം ട്രൂ ലെങ്ത് ആയിരിക്കും, എന്താ പറയാ, എല്ലാ ഡയമെൻഷൻസും ട്രൂ ലെങ്ത് ആയിരിക്കും, അതിന്റെ സർഫസ് ഏരിയ എല്ലാം ട്രൂ ലെങ്ത് ആയിരിക്കും. റൈറ്റ്. അതില് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഗുലർ ഹെക്സഗണിന്റെ മേലെ കൂടെ ആൻഡ് മൂവ് ചെയ്യുന്ന പാത്ത്, ഫോളോ ചെയ്യുന്ന പാത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്തതാണ്, സെയിം തന്നെ നമ്മൾ മോഡൽ എക്സാം ചോദിച്ചിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് എന്റെ ഓർമ്മയിൽ ഒരു 90% ആൾക്കാർ അത് തെറ്റിച്ചാണ് വരച്ചത്. അതേപോലെ ഒരു കോണിന്റെ കേസിലും സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ഷുഗർ ജാറിന്റെ മേലെ കൂടെ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ഷുഗർ ജാറിന്റെ മേലെ കൂടെ ഒരു ആൻഡ് മൂവ് ചെയ്യുന്ന പാത്ത് ട്രേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഷുഗർ ജാറിന്റെ ഫോം എന്ന് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിലില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. ഓൾറെഡി ചെയ്തതാണെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് അതിനായിട്ട് സമയം കളയണ്ടല്ലോ. ഒന്ന് നോക്കണേ.
Okay. ഇതാണ് ക്വസ്റ്റ്യൻ, റൈറ്റ്? കാണാമെന്നായിരിക്കുന്നു. Okay. Right. A sugar jar is in the form of a right circular cone. Okay, right circular cone means cone ആണ്, right? Base circle ആണ്. Right means the axis is perpendicular to the base. Okay, axis and base are perpendicular to each other. Cone base diameter 60, diameter 60 and height 90 mm. Height is 90 mm. It rests on HP. HP ൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാത്തതുകൊണ്ട് we can assume it as that cone is resting on its base on HP. Okay, then an ant starts moving from extreme left end of its base. Okay. ഇതിങ്ങനെ ഷേപ്പിക്കുള്ളൂ, റൈറ്റ്? ഓക്കെ, ഒരു കോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഷുഗർ ജാർ ഈസ് ഇൻ ദ ഫോം ഓഫ് റൈറ്റ് സർക്കുലർ കോൺ of 60 diameter, height 90. It's rests on HP and starts moving from extreme left end of its base. ബേസിലുള്ള ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് നിന്നാണ് ആൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഉറുമ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് റിട്ടേൺസ് ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താണ്, ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആഫ്റ്റർ മൂവിങ് അറൌണ്ട് ഇറ്റ്, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു തവണ കറങ്ങിയിട്ട് എന്ത് ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, എങ്ങനെ വേണേലും അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഒരു സ്ഥലത്ത് കറങ്ങാതെ നേരെ ഇവിടെ തന്നെ ജസ്റ്റ് കയറി ഇങ്ങനെയൊക്കെ തിരിച്ചു വരായിരുന്നു. ബട്ട് ആൻഡ് മൂവ് ചെയ്തത് നേരെ ഒരു തവണ എന്തായാലും ചുറ്റും കറങ്ങി വന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. Find geometrically the length of the shortest path the ant can take. Geometrically, mathematically alla, graphically or geometrically, find the length of the shortest path the ant can take. Right? നമുക്ക് എപ്പോഴും അറിയാം, ഏതെങ്കിലും ഒരു സോളിഡിന്റെ സർക്കംഫറൻസിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് അല്ലെ സർക്കംഫറൻസ്, ലാറ്ററൽ സർഫസിലുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ട്രൂ പാത്ത് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ഡെവലപ്പ് ദ സോളിഡ് ഫസ്റ്റ്. നമുക്ക് ആദ്യം ആ സോളിഡിന്റെ ലാറ്ററൽ സർഫസ് ഡെവലപ്പ് ചെയ്യണം. ദെൻ ആ ഡെവലപ്മെന്റിൽ നമ്മളൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരക്കുകയാണെങ്കിൽ അതായിരിക്കും ആ സോളിഡിന്റെ മുകളിൽ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കോണിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് നോക്കാം. കോൺ പിന്നീട് സർക്കിൾ പറയാം. കോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സൗകര്യം കോംസർ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, സോ 30 mm റേഡിയസ്. ഓക്കെ, മാറിപ്പോയത് സർക്കിളിന്റെ റേഡിയസും ഡയമീറ്ററും. ഓക്കെ, നമുക്കൊരു XY ലൈൻ കൊടുത്ത റെഫറൻസ് ലൈൻ XY ഡെവലപ്മെന്റ് ആണ്, അധികം ഇൻക്ലിനേഷൻ ഒന്നുമില്ല, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ദെൻ നമുക്കതിന്റെ ഫ്രണ്ട് വ്യൂ കൂടെ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 90 mm. Oh.
90 mm. കാണാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് ചെറുതാണ്, മീൻസ് സൈസ് വലുതാണ്. ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്തിരിക്കാം. Okay, front view complete here. From here okay, front view ഒന്ന് വരയ്ക്കാം. To 90 mm. So 90 mm. Okay. Diameter 60 and height 90. Okay, fine. ഇതാണ് നമ്മുടെ ജോമെട്രി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലാറ്ററൽ സർഫസിലൂടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പേര് കൂടെ കൊടുക്കണം, റൈറ്റ്? നമുക്ക് അതിന്റെ പേരുകൾ കൂടെ ഒന്ന് കൊടുത്തേക്കാം. ദാറ്റ് മീൻസ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, റൈറ്റ്. എയ്റ്റ് ഈക്വൽ പോർഷൻസ് ആക്കി മാറ്റുക. നമുക്ക് സർക്കിൾ ആണ്, കോർണേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിനിമം 8 നമ്പേഴ്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് പേരുകൾ കൊടുക്കാം. Okay, starting from extreme left end, which is A. A, B, C, D, E, F, G and H. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ എ ഡാഷ് ആയിരിക്കും, ഇത് നമ്മുടെ ഇ ഡാഷ് ആയിരിക്കും. മറ്റ് കോർണേഴ്സ് കൂടെ കണ്ടുപിടിക്കണം. അവരെയും കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്യാം മുകളിലേക്ക്. ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഓക്കെ, നമുക്ക് ആ ഒരു ജനറേറ്റർ കൂടെ ഒന്ന് വരയ്ക്കാം. To here and to here. Okay, നമുക്ക് അതിന്റെ പേര് കൂടെ കൊടുക്കാം. This one is actually B and H. This is C and G, C dash, D dash. This is D and F dash. Okay, അങ്ങനെയാണെങ്കിൽ ഏറ്റവും മേലെ കിടക്കുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി O dash ആയിരിക്കും. അതുപോലെ ഇത് this one is our M dash. M dash ആണ്, C dash ആണ്, D dash ആണ്. Okay, that's all. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം O dash and M, O and M, small letter O and M. Then നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ മേലെയുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലാറ്ററൽ സർഫസിൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് എക്സ്ട്രീം ലെഫ്റ്റ്. അപ്പൊ ഞാൻ എ ഡാഷ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ഡെവലപ്മെന്റ് വരക്കേണ്ടി വരും. കുറച്ച് ടൈം എടുക്കും.
Okay, very good. Okay, so develop ചെയ്യാൻ വേണ്ടി കോണിന്റെ കേസിൽ നമുക്ക് ആദ്യം ഇതിന്റെ സബ്റ്റൻഡന്റ് ആംഗിൾ ഓഫ് പാറ്റേൺ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് 360 into രണ്ട് ഡയമെൻഷൻ ratio of this radius to the generator. Okay, ratio കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിന്റെ സബ്റ്റൻഡന്റ് ആംഗിൾ കാണാം. That means angle theta എന്ന് പറയുന്നത് that radius divided by generatorന്റെ length. Okay, radius actually 30 ആയിരിക്കും, 60 ആണല്ലോ നമ്മളോട് പറഞ്ഞത്. Sorry, 360 കൂടി ഉണ്ടല്ലോ. And that means 30 divided by generator നമ്മളൊന്ന് മെഷർ ചെയ്തേണ്ടി വരും. ജനറേറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാം? Okay, it's around 9.6 ആണെന്ന് തോന്നുന്നു. 9.5. Okay, 95. Okay, വരും. by 95 into 360. It's around 113. Okay, 113 degree varum, okay, which is equal to 113 degree. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ ട്രൂ ലെങ്ത് വേണം നമ്മുടെ ജനറേറ്ററിന്റെ. സോ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു arbitrary length എടുത്ത് വരച്ചു കൊടുക്കണം. Okay, then starting from this point, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജനറേറ്ററിന്റെ ലെങ്ത്. ജനറേറ്റർ ലെങ്ത് നമുക്ക് അറിയില്ല, സോ മെഷർ ചെയ്ത് കണ്ടുപിടിക്കാം. This is starting point, this is the generator length. This one will be our O and this one will be our A. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസിൽ വെച്ചിട്ട് ഒരു sector of a circle വരയ്ക്കുക up to 113, right? Which is almost exact correct അല്ല എന്നാലും 113 എന്ന് പറയുന്നത് 100, 105, 110 and 113. Okay, ഇവിടെ വരെ വരും. Up to here, just ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ വരെ ആയിരിക്കും വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് O ഏതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഈ ഒരു എൻ പോയിന്റും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഷുഡ് ഓൾസോ A, പോയിന്റ് A. കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ വെച്ചായിരുന്നു നമ്മൾ കട്ട് ചെയ്യുന്നത്, വീണ്ടും തിരിച്ച് അടുത്ത എൻഡും സെയിം എഡ്ജ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ ഉദ്ദേശം ഇതിനെ 8 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, 8 ഈക്വൽ പാർട്സ്. അപ്പോൾ ചെയ്യാനുള്ള ഒരു വഴി, എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന 113നെ ഡിവൈഡഡ് ബൈ 8 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 14.1 എന്നാണ് ആംഗിൾ കിട്ടുന്നത്. 14.1. അതിൽ 14 നമുക്ക് മെഷർ ചെയ്യാം ടു ആൻ എക്സ്റ്റെന്റ്. പക്ഷെ എല്ലാം 14 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, എല്ലാവരുടെയും 0.1 വന്നിട്ട് അതൊരു 8 ടൈംസ് മൾട്ടിപ്ലൈ ആയിട്ട് അവിടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ കുറച്ച് വലുതായിരിക്കും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ
ഒട്ടും ടൈം ഇല്ല, പെട്ടെന്ന് തീർക്കാനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ ഈ പറഞ്ഞ 113 ഡിവൈഡഡ് ബൈ 8 ചെയ്തിട്ട് 14 whatever it is ആംഗിൾ എടുത്തിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ അന്ന് പറഞ്ഞത്, ആംഗിൾ ബൈസെക്ട് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് ഈ കിട്ടുന്ന ഈ ഒരു ലെങ്ത്തിന്റെ മിഡിലിനേക്കാളും കൂടുതൽ ഒരു ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ എത്ര എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. ദെൻ അവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ നമുക്ക് എക്സാക്ട് ആംഗിളിൽ കിട്ടും. ഓക്കെ, രണ്ട് എൻഡിലും ഓരോ ആർക്ക് കട്ട് ചെയ്തു. ദെൻ സെയിം ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ കോമ്പസ് വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, സെയിം ഇവിടുന്ന്. അപ്പൊ നമ്മൾ ആകെ ചെയ്യുന്നത് ഈ 113 എന്ന് പറഞ്ഞ ഒരു ആംഗിളിനെ നമ്മൾ നേരെ ബൈസെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 113 നേരെ രണ്ടാക്കി ബൈസെക്ട് ചെയ്ത് 2 ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ നമുക്ക് 8 എണ്ണം ചെയ്യണം, അതാണ് ഉദ്ദേശം. ഓക്കെ, 8 എണ്ണം നമുക്ക് ചെയ്യണം. സോ അപ്പൊ വീണ്ടും ഞാൻ ആദ്യം കംപ്ലീറ്റ് ആർക്കായിട്ട് ഞങ്ങൾ വരയ്ക്കാം. നെക്സ്റ്റ് സെക്കൻഡ്. ദെൻ അതിലേതെങ്കിലും ഒരു പോർഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഹാഫ് പോർഷൻ എടുത്തു വിചാരിച്ചു. അവിടെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്. ആ 2 പോയിന്റ്സ് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടുന്ന് എടുത്തൊരു ആർക്ക് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് അവിടുന്ന് ഒരു ആർക്ക് എടുത്ത് കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതിനെ ഒരു വീണ്ടും ബൈസെക്ട് ചെയ്തു. ഈ ഒരു വളരെ ചെറിയൊരു പോർഷനെ ഞാൻ വീണ്ടും ബൈസെക്ട് ചെയ്തു. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. ഈ ഒരു ആംഗിൾ ആയിരുന്നല്ലോ. ഈ ഒരു കട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും എടുത്ത് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വീണ്ടും അടുത്തൊരു പീസ് കൂടെ, ദാറ്റ് മീൻസ് ആദ്യം ഉണ്ടായിരുന്ന ഒരു പോർഷനെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടെ വീണ്ടും ഇതിന്റെ ഒരു മിഡ് പോയിന്റ് കൂടെ കാണാം. ഞാൻ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു സെക്ഷന്റെ ആണ് കാണുന്നതെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇതിന്റെ കാണാം, ഏറ്റവും എൻഡിലുള്ളത്, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഈ ഒരു പോർഷന്റെ മിഡ് പോയിന്റ് കാണാം. ദാറ്റ് മീൻസ് ബൈസെക്ട് ചെയ്തിട്ടുള്ള ആംഗിൾ കാണാം. ഞാൻ ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തു. അതുപോലെ സെയിം ഈ ഒരു എൻഡ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ടൈം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഇങ്ങനെ പോകണമെന്നില്ല, നേരെ കാൽക്കുലേറ്ററിൽ എടുത്ത വാല്യൂ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഫൈനലി നമുക്ക് എല്ലാവരുടെയും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാണണം. ഏറ്റവും എൻഡിലുള്ളത് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവരുതെന്ന് മാത്രം. അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടണമെന്നില്ല. ഓക്കെ, ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഇതാ നമുക്ക് കിട്ടുന്ന ഓരോ പോർഷനും 14 പോയിന്റ് സംവാട്ട് ആയിരിക്കും ഡിസ്റ്റൻസ്. ഞാനിപ്പം റഫായിട്ട് ഒന്ന് ഇതിന്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്, ഫിഗർ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. ഓക്കെ, ഓരോ പീസിനെ എടുത്ത് ബൈസെക്ട് ചെയ്യണം. ഞാൻ വീണ്ടും പറഞ്ഞു, അങ്ങനെ ചെയ്യണമെന്നില്ല ടൈം ഇല്ലെങ്കിൽ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, കാണാനും കുറച്ച് നീറ്റ് ഉണ്ട്. സോ നമുക്ക് പോയിന്റ്സ് ഏതൊക്കെയാ നോക്കാം. ദിസ് ഇസ് പോയിന്റ് ബി, പോയിന്റ് സി, ഡി, ഇ, എഫ്, ജി, എച്ച് ആൻഡ് എ. ഓക്കെ, പോയിന്റ്സിന്റെ പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ദിസ് ഇസ് പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി, ഇ, എഫ്, ജി, എച്ച് ആൻഡ് ഫൈനലി എ. സോറി എ. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ലാൻഡ് എഡ്ജിന്റെ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത്. റൈറ്റ്, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ഒരു എൻ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കൺസിഡർ ചെയ്തു വിച്ച് ഈസ് പോയിന്റ് എ, ദെൻ ഇറ്റ് റിട്ടേൺ ബാക്ക് ടു ദ സെയിം പോയിന്റ്, എയിൽ തന്നെ തിരിച്ചു വന്നു, അതും മൂവിങ് അറൌണ്ട് ഇറ്റ്. മൂവിങ് അറൌണ്ട് ഇറ്റ് മീൻസ് ഈ ഒരു ലാറ്ററൽ സർഫസിലൂടെ മുഴുവൻ കറങ്ങിയിട്ട് എയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് എൻഡ് ചെയ്യുന്ന ഒരു ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ ഡെവലപ്മെന്റ് കണ്ടുപിടിക്കുന്നത്. എ നമുക്ക് ഇവിടെയുണ്ട്, അടുത്ത എ ഇവിടെയുണ്ട്. സോ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സോറി, ഇതായിരിക്കും ആ ലൈൻ. ഓക്കെ, ഈ കാണിക്കുന്ന ലൈൻ ആയിരിക്കും ഇതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത്. ചിലപ്പോൾ നമ്മൾ അതിന്റെ ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ടാവും. ഫൈൻഡ് ജോമെട്രിക്കലി ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ദ ആൻഡ് ക്യാൻ ടേക്ക്. അപ്പൊ നമുക്ക് ഇവിടെ ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടി. ജസ്റ്റ് ഇവിടെ ഈ ഡയമെൻഷൻ ഒന്ന് മെഷർ ചെയ്യുക, എത്രയാണോ ലെങ്ത് അതായിരിക്കും ആൻഡ് മൂവ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദ എൻഡ് പോയിന്റ് ഇഫ് ദ പോയിന്റ്സ് ആർ സെയിം. ദെൻ കഴിഞ്ഞില്ല, ഷോ ദിസ് പാത്ത്, ഈ ഒരു പാത്ത് ഷോ ദിസ് പാത്ത് ഇൻ ബോത്ത് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ്. ഡെവലപ്മെന്റിൽ മാത്രം കാണിച്ചാൽ പോരാ, നമ്മൾ ഓർത്തോഗ്രാഫിക് ഫ്രണ്ട് വ്യൂനും ടോപ്പ് വ്യൂനും കാണിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒ എ, ഒ ബി, ഒ സി, ഒ ഡി അങ്ങനെ ഒരുപാട് ജനറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും ഉണ്ട്. സോ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് നേരെ ഈ പറഞ്ഞ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂയിലേക്ക് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ മീൻ. റൈറ്റ്, അങ്ങനെയാണ് നമുക്ക് ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാണ്. റൈറ്റ്, എയിലുള്ള പോയിന്റ് ദിസ് വൺ, ഒ ബിയിൽ ഇവിടെ, ഒ സിയിൽ ഇവിടെ, ഒ ഡി, ഒ ഇ, ഒ എഫ്, ഒ ജി, ഒ എച്ച് ആൻഡ് ഒ ഇ, സെയിം പോയിന്റ്. ഓക്കെ, ഇത്രയും പോയിന്റ്സിനെ നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, ആ പോയിന്റ്സിനോടൊന്ന് പേര് കൊടുത്തേക്കാം. റൈറ്റ്, 1 2 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 1, ദിസ് ഇസ് 2, this one is 3 4 5 6 7 8. വീണ്ടും ഒ നെ കട്ട് ചെയ്ത പോയിന്റ് ഡെഫിനറ്റ്ലി 1 ആയിരിക്കും. ഒ എ, ഒ ഇ ഇവിടെ കൊടുത്ത 1 സെയിം പോയിന്റ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നേരെ നമ്മൾ ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവരാം. അത് നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവരാം. ഒ എയില് എന്റെ മേലെ തന്നെയാണ് 1 എന്ന് പറയുന്ന പോയിന്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എയില് തന്നെയാണ് 1. ദിസ് ഇസ് അവർ പോയിന്റ് 1. ഓക്കെ, ദെൻ ബിയില് ഇതും കുറച്ച് ടൈം എടുക്കും. ബിയിൽ കട്ട് ചെയ്ത ഡയമെൻഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഫ്രം ഹിയർ ടു ദ പോയിന്റ് ബി, പോയിന്റ് 2, സോറി, on the edge OB up to the distance 0.2. Okay, then ഈ ഒരു ഡയമെൻഷൻ എടുക്കുക, നേരെ ഒ ബിയുടെ മുകളിൽ കൊണ്ടുപോവുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഒ ബി ഫ്രണ്ട് വ്യൂയിൽ ഉണ്ടാവും, ഒ ഡാഷ് ബി ഡാഷ്. ആ ഒ ഡാഷ് ബി ഡാഷിന് മുകളിൽ വരയ്ക്കാം. പക്ഷേ ഡെവലപ്മെന്റിലുള്ള എല്ലാ ഡയമെൻഷൻസ്, ഡെവലപ്മെന്റിലുള്ള ഓൾ ദ എഡ്ജസ് ഇൻ ദ ഡെവലപ്മെന്റ് ലെങ്ത്. പക്ഷെ ഇവിടെ ഇപ്പോ ഫ്രണ്ട് വ്യൂയിൽ കാണുന്ന ഒ ഡാഷ് ബി ഡാഷ് റെഡ്യൂസ്, ഒ എ ആൻഡ് ഒ ഇ മാത്രമേ ഉള്ളൂ ട്രൂ ലെങ്ത് ആയിട്ട്. ഒ ബി, ഒ എച്ച്, ഒ സി, ഒ ജി, ഒ ഡി, ഒ എഫ് എല്ലാവരും റെഡ്യൂസ്ഡ് ആണ്. സോ നമുക്ക് ഈ ഡയമെൻഷൻ ഒരിക്കലും എടുത്ത് നേരിട്ട് എന്താ പറയാ ഒ ബിയിലോ ഒ ഡിയിലോ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നേരെ നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഏതെങ്കിലും ഒരു ട്രൂ ലെങ്ത്, എനി ഓഫ് ദ ട്രൂ ലെങ്ത്, ഞാനത് ഒ എന്റെ മുകളിൽ കട്ട് ചെയ്യണം. അതാണ് ഒരു ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. അവിടെ അവിടെ കട്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, ഈ ഒരാളെ നേരെ നമുക്ക് ആവശ്യമുള്ള എഡ്ജിലേക്ക് ഹൊറിസോണ്ടലി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കും. ഓക്കെ, ഇവിടെ വരെയാണ് ട്രൂ ലെങ്ത്തിൽ കിട്ടുന്നത്. നേരെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് നോക്കുക സെയിം ലെങ്ത് തന്നെ, സെയിം ഡിസ്റ്റൻസ് തന്നെ വേറെ എവിടെയെങ്കിലും കൂടെ വരുന്നുണ്ടോ നോക്കുക. കാരണം നമുക്ക് സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരരുത്, അത് ഒഴിവാക്കാൻ വേണ്ടി. സോ ദിസ് ഇസ് അവർ പോയിന്റ് 1 ഡാഷ്. ഇതാണ് നമ്മളെ 2 ഡാഷ്. മാത്രമല്ല ഈ ഒരു ഡിസ്റ്റൻസ് O to 2 സെയിം ഡിസ്റ്റൻസ് ആണ് O to 8 അല്ലെ, അത് എച്ചിലാണ് വരുന്നത്. സെയിം പോയിന്റ് തന്നെയാണ്. സോ എനിക്ക് എന്ത് ചെയ്യാം, 3 ഡാഷ്, സോറി 3 അല്ല, 8 ഡാഷ്. ഡാഷ് കൂടെയാണ് സെയിം പോയിന്റ്, കാരണം OH കൂടെയുണ്ട്. ഓക്കെ, ദെൻ OC
ഒ സിന്റെ മുകളിൽ കട്ട് ചെയ്ത പോയിന്റ് 3 ആണ്. സോ അതിന്റെ നേരെ നമ്മൾ തിരിച്ച് നമ്മളെ ഓർത്തോഗ്രാഫിക് വ്യൂസിലേക്ക് കൊണ്ടുപോവാണ്. O2 3 മെഷർ ചെയ്യാം. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഒ സിന്റെ മുകളിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ട്രൂ ലെങ്തിലല്ല. സോ ആദ്യം ഏതെങ്കിലും ഒരു ട്രൂ ലെങ്ത് കട്ട് ചെയ്ത്, ഏത് ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ട് ദെൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അതിന്റെ കറസ്പോണ്ടിങ് എഡ്ജിലേക്ക് എക്സ്റ്റെൻഡ് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ we will have the point 3 dash. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് കാണാം 7ലേക്കുള്ളത്, OG-ലേക്കുള്ളത്. സോ ഇത് തന്നെയാണ് 7ഉം. OG അവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പറയാം 7ഉം അത് തന്നെയാണ്. ഓക്കെ, 7. Then OD-ല് ഓക്കെ 4ലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഓക്കെ, ദെൻ അത് നേരെ എടുത്തിട്ട് നമ്മൾ ട്രൂ ലെങ്തിലേക്ക് കൊണ്ടുപോകാം. എക്സാക്ട് പോയിന്റ് തന്നെ മെഷർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ തെറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അവിടുന്ന് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പോയിന്റ്. സോ ദിസ് മൈറ്റ് ബി അവർ പോയിന്റ് 4. മാത്രമല്ല സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് 6ലേക്കും ഉള്ളത്. ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. O4ഉം O6ഉം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഒറ്റയടിക്ക് ഞാൻ പറയാൻ കാരണം അതൊരു സിമെട്രിക് ആയിട്ട് വന്നത് കണ്ടുകൊണ്ടാണ്. ഓക്കെ, നേരെ സിമെട്രിക് ആയിട്ടാണ് നമ്മൾ അതിന്റെ നടുവ് കൂടെ കട്ട് ചെയ്തങ്ങ് പോകുന്നത്. ദെൻ O5, the last one, O2 5 ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, which is on OE. O5 ഇവിടുന്ന് മെഷർ ചെയ്തതിന് ശേഷം OE-ലാണ്. OE ഓൾറെഡി ട്രൂ ലെങ്ത് തന്നെയാണ് കിടക്കുന്നത്. സോ നമുക്ക് അത് ഡയറക്റ്റ് അവിടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദിസ് ഈസ് ഓഫ് പോയിന്റ് 5. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ പോയിന്റ്സും കിട്ടി. 1 2 3 4 5 6 7 8 എല്ലാ പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. റൈറ്റ്, ഇനി നമുക്ക് ഒരേ ഉദ്ദേശമുള്ളൂ, ഫ്രണ്ട് വ്യൂല് നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടി, അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് നമുക്ക് കിട്ടും. ഇവിടെയുണ്ട്, നമ്മൾ പേര് ഓൾറെഡി കൊടുത്തിരിക്കുന്നതിന്റെ ഓർഡറിലാണ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പാത്ത് വരയ്ക്കാം. കോണാണ്, ബേസ് സർക്കിൾ ആണ്, അല്ലെങ്കിൽ കേർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന ജോമെട്രി എന്ത് ലൈൻ ആയാലും ഇറ്റ് ഷുഡ് ബി എ സ്മൂത്ത് കർവ്. ഓക്കെ, ഏതെങ്കിലും ഹെക്സഗണൽ, പെന്റഗണൽ, പ്രിസം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ഇവിടെ ബേസ് സർക്കിൾ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ സ്മൂത്ത് കർവ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യാം. ഫ്രീ ഹാൻഡിൽ 1 to 2, 2 to 3, 3 to 4, 4 to 5, then 5 to 6, 6 to 7, 7 to 8, 8 to 1. സെയിം ലൈൻ തന്നെയാണ്. കാരണം ഈ സാധനം കോണിന്റെ ഒരു സൈഡിൽ കൂടെ കയറി നേരെ പിന്നിലൂടെ, ഓക്കെ, പിന്നിലുള്ള ഹിഡൻ ആണ്, കാണിക്കാൻ ഇവിടെ നിർത്തിയില്ല. അപ്പൊ ഇതായിരിക്കും നമുക്ക് ആ പാത്ത് ഇൻ ഫ്രണ്ട് വ്യൂ. ഇനി അടുത്ത പരിപാടി, ദാറ്റ് പാത്ത് ഷുഡ് പ്രൊജക്ട് ഓർ ഷോൺ ഇൻ ടോപ്പ് വ്യൂ ഓൾസോ. ഓക്കെ, ടോപ്പ് വ്യൂല് നമുക്ക് കാണിക്കണം. സെയിം ഓരോ പോയിന്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുക. 1 പ്രൊജക്ട് ചെയ്യുക അപ് ടു A. ഇത് തന്നെയായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂലുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സോറി, ഇതായിരിക്കും പോയിന്റ് 1. ഇനി അടുത്ത ആളെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നുണ്ടാവും. സോറി, ഈ ഒരു പോയിന്റ് 2 and 8 up to OB and OH. OB-ലും OH-ലും ആണ് 2ഉം 8ഉം കട്ട് ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും പോയിന്റ്സ്. ഇതായിരിക്കും പോയിന്റ് 2, ഇതായിരിക്കും പോയിന്റ് 8. റൈറ്റ്, ദെൻ അടുത്ത ആളെ എടുക്കുകയാണെങ്കിൽ O3 നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ചെയ്യാം. 4 and 6 ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിലുള്ളതുകൊണ്ട് തന്നെ. 4 and 6, ഇത് 4 ആയിരിക്കും, ഇത് 6 ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ്, എളുപ്പത്തിൽ കിട്ടുന്ന ലാസ്റ്റ് പോയിന്റ്, വിച്ച് ഇസ് 5. ഓക്കെ, ഇനി നമുക്ക് കിട്ടാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2 പോയിന്റ്സ്, വിച്ച് ഇസ് 3 and 7. 3 and 7. 3 and 7 നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രൂ ലെങ്തിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് നമ്മൾ ഇതിനൊന്ന് പ്രൊജക്ട് ചെയ്യാം.
ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ ഫോളോ ചെയ്തിട്ട് അങ്ങ് ചെയ്യാം. ഇതാ ഞാൻ ആ 3 ഡയറക്റ്റ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് എടുത്ത് നേരെ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തു. അതിന് നേരെ ഞാൻ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കൊണ്ടുവന്നു, ഒ എന്റെ മുകളിൽ കൊണ്ടുവന്നു. ദെൻ നമ്മളെ കയ്യിലുള്ള കോമ്പസ് വെച്ച് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട്, അത്രയും ഡയമെൻഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, നോക്കാം. അതെ, ബുദ്ധിമുട്ടാണ്, അത് പോസിബിൾ അല്ല. തൽക്കാലം ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം. ഇവിടുന്ന് നേരെ ഒരു വരച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതായിരിക്കും ഒരു പോയിന്റ്. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മളെ 7ന്റെ കേസിലും. സോ എനിക്ക് ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലേക്കും എടുത്ത് വരയ്ക്കാം. സോ ദിസ് വിൽ ബി അവർ 7. പോയിന്റ്സിന്റെ പേരൂടെ കൊടുക്കാം ജോയിൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ദിസ് ഈസ് പോയിന്റ് 1, ദിസ് ഈസ് പോയിന്റ് 2, 3, 4, 5, 6, 7 and the final one is 8. ഓക്കെ, ഇവരെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടൊരു സ്മൂത്ത് കർവ് പാത്ത് വരച്ചു കഴിഞ്ഞാൽ ആ ആൻഡ് ട്രേസ് ചെയ്ത പാത്ത് നമുക്ക് ടോപ്പ് വ്യൂലും കിട്ടും. ദാറ്റ് മീൻസ് 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6, 6 to 7, 7 to 8 and 8 to 1 ചെയ്തിട്ട് ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്നു. ഓക്കെ, ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്തു, ദെൻ അതേ കോർണറിൽ തന്നെ മൂവിങ് അറൗണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കറങ്ങിയതിന് ശേഷം തിരിച്ചു വന്നു. ഇതായിരിക്കും ആ യെല്ലോ കളറിൽ കാണിച്ചതായിരിക്കും ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലുള്ള പാത്ത്. റെഡ് കളറിൽ ഡെവലപ്മെന്റിൽ കാണിച്ചതായിരിക്കും ഡെവലപ്മെന്റിലുള്ള അതിന്റെ ട്രൂ ലെങ്ത് ഓർ ട്രൂ പാത്ത്. ഓക്കെ, ഇപ്പോ നമ്മൾ ഇത്രയും കാലം ചെയ്തത് ഒരു സോളിഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഇപ്പൊ നേരെ തിരിച്ചു ചെയ്തു മാത്രം. ഡെവലപ്മെന്റിലുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് നേരെ നമ്മൾ സോളിഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഒന്നും ഹാച്ച് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ സോളിഡിനെ എവിടെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ഇവിടെ ഒന്നും ഹാച്ച് ചെയ്യാനില്ല, ജസ്റ്റ് ആ യെല്ലോ കളർ പാത്ത് മാത്രം കാണിച്ചാൽ മതി. റൈറ്റ്? അപ്പോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് അതിന്റെ നമ്പർ ഒന്ന് നോക്കാം, ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ എന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ നമുക്കൊന്ന് നിർത്താം.